നല്ല പോച്ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ. നല്ല പോച്ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ. വിനയവും തന്ന് വിശ്വാസവും തന്ന് വിശുദ്ധിയിൽ എന്നെയും നടത്തേണമേ. സുഭാഷിതം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. I press toward the goal for the prize of the upward call of God in Christ Jesus. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഒരു കായിക താരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഒരു അനുയായിയായി ഒരു ഓട്ടം ഓടുന്ന ദൃഢനിശ്ചയമുള്ള കായിക താരം. 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഒരുപക്ഷെ ഗ്രീസിലെ ഓട്ടമത്സരമായിരിക്കും പൗലോസിന്റെ മനസ്സിലുള്ളത്. ലക്ഷ്യം നേടാൻ ഓടുന്ന ഒരു ഓട്ടക്കാരനാണ് താനെന്ന് പൗലോസ് പറയുന്നു. ഈ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള തന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അഭിമാനിക്കത്തക്ക അനേക കാര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണുകയാണ്. പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് താൻ ഓടുന്ന ലക്ഷ്യം എന്താണ്? 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. എങ്ങനെയെങ്കിലും പുനരുത്ഥാനം പ്രാപിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസിന് മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും ദൈവം അതുപോലെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് വിലമതിക്കാനാവാത്ത ദാനമാണ്. ക്രിസ്തുവിനെ നമ്മളിലേക്ക് സ്വീകരിക്കുവാൻ, ക്രിസ്തുവുമായി ഒന്നാകുവാൻ, അവിടുത്തെ മഹത്തായ ശക്തി അനുഭവിക്കുവാൻ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഈ ലക്ഷ്യത്തോടുകൂടെയാണ് നാം പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ലാക്കിലേക്ക് ഓടേണ്ടത്. ജീവിതത്തിൽ ശരിയായ അച്ചടക്കം പാലിച്ച് ഉത്സാഹത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ ഓടിയെങ്കിൽ മാത്രമേ ഒരു ഓട്ടക്കാരന് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ. എന്നതുപോലെ നാമും കർത്താവിനോടൊപ്പം രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എബ്രായർ 3:1 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്നാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ക്രിസ്തുവിലുള്ള രക്ഷയിലേക്ക് എല്ലാ മനുഷ്യരാശിയെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഉന്നത വിളിയുടെ സമ്മാനമാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരം ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നാം ഓടുമ്പോൾ പലവിധമായ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്കും ഓടി വിജയം പ്രാപിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച വിളിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്യം തെറ്റാതെ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ കൃപ ചെയ്യണമേ എന്ന്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാ രോഗസൗഖ്യവുമുണ്ട്. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണ